ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ലോക പ്രശസ്തമായ അഡ്ലെയ്ഡ് ഓവലിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് ഓസ്ട്രേലിയൻ പേസ് നിരയുടെ മുന്നിൽ ആൻസർ ഇല്ലാതെ പോയി എന്ന് പറയുന്നതാവും ശരി. ഏതായാലും എല്ലാ വർഷവും ഇതുപോലെയുള്ള ഓസ്ട്രേലിയൻ പര്യടനങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടാറുണ്ട്. നമുക്കറിയാം, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഏറ്റവും വലിയ ഒരു വിവാദം എന്ന് പറയുന്നത് മങ്കി ഗേറ്റ് എന്ന് പറയുന്ന വിവാദമായിരുന്നു. ഹർഭജൻ സിംഗും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ആൻഡ്രൂ സൈമൺസും തമ്മിലുണ്ടായ ഒരു വാഗ്വാദം അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡും ക്രിക്കറ്റ് ഓസ്ട്രേലിയയും തമ്മിൽ വരെ അതിൻ്റെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ പലപ്പോഴായിട്ട് ഈ അമ്പയറിങ്ങിനെ പറ്റിയുള്ള കംപ്ലയിൻസ് അവർ ഇന്ത്യയിലേക്ക് ടൂർ ചെയ്യുകയും അല്ലെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് ടൂർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് അമ്പയറിങ്ങിനെ പറ്റിയുള്ള വലിയ കംപ്ലയിൻറ്റുകളെല്ലാം രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്നും വരുന്നത് നമ്മൾ കാണാറുണ്ട്. കൂടുതലും അത് മാധ്യമങ്ങളും ആരാധകരും ഏറ്റെടുക്കുമ്പോഴാണ് അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നെ വിരാട് കോഹ്ലിയുടെ ഒരു കാലഘട്ടമായപ്പോഴേക്കും വിരാട് കോഹ്ലിയും മിച്ചൽ ജോൺസണും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് നമ്മൾ കണ്ടതാണ്. അന്ന് പരസ്പരം ഒരു റെസ്പെക്റ്റും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രണ്ടുപേരെയും നമ്മൾ കണ്ടതാണ്. അന്ന് ഒരു മത്സരത്തിനിടയിൽ മിച്ചൽ ജോൺസൺ ഫോളോ ത്രൂവിൽ വന്നൊരു ബോൾ എടുത്തിട്ട് വിരാട് കോഹ്ലിയുടെ നേരെ എറിയുകയും അത് അദ്ദേഹത്തിന്റെ മേത്ത് കൊള്ളുകയും അദ്ദേഹം വീഴുകയൊക്കെ ചെയ്യുകയുണ്ടായി. അന്ന് വിരാട് കോഹ്ലി ആ ഒരു മത്സരം കഴിഞ്ഞ ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, എനിക്ക് മിച്ചൽ ജോൺസണോട് യാതൊരു വിധത്തിലുള്ള ഒരു റെസ്പെക്റ്റും തോന്നുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഈ ടെസ്റ്റ് മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഏകദിന മത്സരങ്ങളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കാരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് സ്ലെഡ്ജിങ് ഉണ്ടാവുകയും അതെല്ലാം മേടിക്കാനായിട്ട് ഇന്ത്യൻ താരങ്ങൾ റെഡിയായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ കളിച്ചിരുന്ന ഇന്ത്യൻ താരങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഒരു മാന്യന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡ് ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ VVS ലക്ഷ്മൺ ഇവരൊന്നും തന്നെ തിരിച്ചൊന്നും പറയുന്ന ആളുകളല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഒരു സൗരവ് ഗാംഗുലിയുടെ കാലഘട്ടം തൊട്ട് ഇവരെല്ലാവരും സൗരവ് ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിൽ കളിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അവരെല്ലാവരും കുറച്ചൊരു മൈൽഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷേ സൗരവ് ഗാംഗുലിയുടെ കാലഘട്ടം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആയപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഗൗതം ഗംഭീറിന്റെ ആ ഒരു സമയം വന്നപ്പോഴും ഹർഭജൻ സിംഗ് വന്നപ്പോഴും ഇവരെല്ലാവരും വന്നപ്പോഴെല്ലാം തന്നെ തിരിച്ച് ഓസ്ട്രേലിയനെ സ്ലെഡ്ജ് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യയും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഗൗതം ഗംഭീറിനെ പറ്റി പറഞ്ഞു കേട്ടിരിക്കുന്ന കഥകൾ ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് വരുന്ന വഴിയിൽ ഈ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുന്ന ഓസ്ട്രേലിയൻ ഫീൽഡർമാരെ ചീത്ത വിളിച്ചുകൊണ്ടാണ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ കളിയുടെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്, ഒരു സ്ലെഡ്ജിങ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇവരെല്ലാവരും തന്നെ ഈ മത്സരം അവസാനിക്കുമ്പോൾ വീണ്ടും കൈ കൊടുക്കുകയും നല്ല രീതിയിൽ പിരിയുകയൊക്കെ ചെയ്യുന്ന കാഴ്ച കാണാറുണ്ട്. ഇതിന്റെ പേരിൽ ഈ മാച്ച് റഫറിക്ക് ഇരു രാജ്യങ്ങളിലെയും താരങ്ങളെ ഒരുപാട് ഫൈൻ അടപ്പിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സീരീസിൽ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 2024-25 സീരീസ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ എന്താണ് ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് നടക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലായിരുന്നു എന്നെ പോലെയുള്ള ആളുകൾ എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ ടെസ്റ്റിൽ തന്നെ ഇപ്പോൾ നടന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മുഹമ്മദ് സിറാജും അതുപോലെ ട്രാവിസ് ഹെഡും തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കൽ എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രകോപനവും ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അതിന് ശേഷമുണ്ടായ രണ്ടുപേരുടെയും കമന്റ്സുകളാണ് അത് കൂടുതൽ ആളിക്കത്തിച്ചത് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ഇന്നിങ്സ് ആണ് ട്രാവിസ് ഹെഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു. നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പത്തെ ബോൾ വരെ മുഹമ്മദ് സിറാജിനെ ഒരു മനോഹരമായ ഒരു 6 നേടാനായിട്ട് ഹെഡിന് സാധിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അടുത്ത ബോളിൽ ഹെഡ് സിറാജിന്റെ ബോളിൽ ബൗൾഡ് ആവുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഉണ്ടായ വാക്ക് തർക്കമാണ്. സിറാജിന്റെ ഒരു സെലിബ്രേഷൻ, ആ സെലിബ്രേഷന് എന്തോ ട്രാവിസ് ഹെഡ് മറുപടി പറയുന്നുണ്ട്. തിരിച്ച് സിറാജ് പവലിയനിലേക്ക് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അത് കഴിഞ്ഞതെല്ലാം അവിടെ അവസാനിച്ചു. അതിനുശേഷം സിറാജ് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴും അല്ലെങ്കിൽ സിറാജ് ബോൾ ചെയ്യുന്ന സമയത്തും എല്ലാം ഓസ്ട്രേലിയൻ ആരാധകർ വലിയ കൂക്കുവിളികളോടുകൂടിയാണ് സിറാജിനെ സ്വീകരിച്ചത് എന്നുള്ളതാണ്. ആ സ്റ്റേഡിയത്തിൽ മുഴുവൻ കൂക്ക് വിളിക്കുന്ന ഒച്ച നമുക്ക് ശരിക്കും ഈ നമ്മൾ കളി കാണുന്ന സമയത്ത് നമുക്ക് കാണാനും സാധിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മത്സരം അവസാനിച്ചതിന് ശേഷമുള്ള കമന്റുകളാണ്, രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് വന്ന കമന്റുകളാണ് പിന്നീട് വലിയ ചർച്ചാ വിഷയങ്ങൾക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. മത്സരം അവസാനിച്ച ഉടനെ തന്നെ ട്രാവിസ് ഹെഡ് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോൾ ഞാൻ ബൗൾഡായ ഉടനെ തന്നെ ഞാൻ വെൽ ബൗൾഡ് എന്നാണ് പറഞ്ഞത്, പക്ഷേ
അത് സിറാജ് കേട്ടത് അല്ലെങ്കിൽ അദ്ദേഹം എടുത്തത് വേറൊരു രീതിയിലാണ്, അതുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഞാനപ്പോൾ അദ്ദേഹം എന്നോട് പ്രതികരിച്ചപ്പോൾ ഞാൻ തിരിച്ചു മോശമായിട്ടൊരു വാക്ക് യൂസ് ചെയ്തു, ഞാനും തിരിച്ചു പ്രതികരിച്ചു എന്നുള്ള രീതിയിലാണ് ട്രാവിസ് ഹെഡിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ഭാഷ്യം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ വെൽ ബൗൾഡ് എന്നാണ് പറഞ്ഞത് എന്നുള്ളതാണ്. എന്നാൽ മത്സരത്തിന്റെ ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹർഭജൻ സിംഗുമായിട്ട് നൽകിയ ഒരു അഭിമുഖത്തിൽ മുഹമ്മദ് സിറാജ് പറഞ്ഞത് അദ്ദേഹം വെൽ ബൗൾഡ് എന്നല്ല പറഞ്ഞത്, അതൊരു നുണയാണ്, അദ്ദേഹം എന്നെ ചീത്ത വാക്കാണ് ഉപയോഗിച്ച് വിളിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് പവലിയനിലേക്ക് പോകാനുള്ള ഒരു ആംഗ്യം കാണിച്ചത് എന്നുള്ളതാണ് മുഹമ്മദ് സിറാജിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വാശ്യം എന്ന് പറയുന്നത്. എന്തായാലും രണ്ടുപേരെയും അമ്പയർമാർ വിളിച്ച് സംസാരിക്കുകയും എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് മാച്ച് റഫറി ഇതിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഹമ്മദ് സിറാജിനെ താക്കീത് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിഷ്മെന്റ് കൊടുക്കുകയോ തിരിച്ച് ട്രാവിസ് ഹെഡിനും ആ ഒരു വാക്ക് യൂസ് ചെയ്തതിന് എന്തെങ്കിലുമൊക്കെ പണിഷ്മെന്റ് അദ്ദേഹത്തിനും കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഈ മത്സരശേഷം നമ്മൾ കണ്ടാണ് ഇരുവരും കെട്ടിപ്പിടിച്ച് വർത്തമാനം പറയുന്നു. അല്ലെങ്കിൽ സിറാജ് ലാസ്റ്റ് ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഷോർട്ട് ലെഗിൽ നിന്നുകൊണ്ട് ട്രാവിസ് ഹെഡ് എന്തോ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. മത്സരശേഷം രണ്ടുപേരും ആശ്ലേഷിക്കുന്നതും അല്ലെങ്കിൽ കൈ കൊടുത്ത് പിരിയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും ഇത് ഇനി വരാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ഈ ഒരു ടെസ്റ്റ് സീരീസിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ്. കാരണം രണ്ട് പക്ഷത്തു നിന്നും ഡെഫിനറ്റ് ആയിട്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഏതായാലും ഇത് സാധാരണയായിട്ട് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അല്ലെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുമ്പോൾ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ്. എല്ലാ വർഷവും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടുകയും അല്ലെങ്കിൽ പലതരത്തിലുള്ള കമൻസ് അതിനെപ്പറ്റി വരികയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അടുത്ത മത്സരം ബ്രിസ്ബെയിനിൽ ആരംഭിക്കാൻ പോവുകയാണ്. ആ ഒരു മത്സരത്തിന് മുമ്പ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ പറ്റിയുള്ള ചർച്ചകളായിരിക്കും സജീവമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.